കോൺഗ്രസിലെ വിഭാഗീയത മൂലം പത്തനംതിട്ട ജില്ലാ പഞ്ചായത്ത് യോഗം ചേരാനായില്ല. ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സന്റെ നിയമവിരുദ്ധമായ പ്രവർത്തനങ്ങൾ സംരക്ഷിക്കാനാണ് കോൺഗ്രസ് ശ്രമമെന്ന് LDF. ഭരണകക്ഷിയിലെ UDF അംഗങ്ങൾ തന്നെയാണ് യോഗം ബഹിഷ്കരിച്ചത്. ഇതോടെ ഉയരുന്ന പ്രധാന ചോദ്യം കോൺഗ്രസിനും UDFിനും ജനങ്ങളോട് പ്രതിബദ്ധത ഉണ്ടോയെന്നാണ്. കാരണം കോൺഗ്രസിലെ ചേരിപ്പോര് കാരണം മുടങ്ങിയത് ജില്ലാ പഞ്ചായത്തിന്റെ നിർണായക യോഗമാണ്. പകർച്ചവ്യാധി ഉൾപ്പെടെ നമ്മുടെ ജില്ലയിൽ വ്യാപകമായിരുന്നു. ജില്ലാ പഞ്ചായത്തിന് കൈമാറിയിട്ടുള്ള ആരോഗ്യ സ്ഥാപനങ്ങളും എല്ലാമായി ബന്ധപ്പെട്ട് ജനങ്ങളുടെ ആരോഗ്യ പ്രശ്നങ്ങൾ ഉൾപ്പെടെ അവിടുത്തെ ചികിത്സാ കാര്യങ്ങൾ ഉൾപ്പെടെ ചർച്ച ചെയ്യേണ്ട യോഗം ജില്ലാ പഞ്ചായത്തിൻ്റെ ഭരണത്തിന് നേതൃത്വം നൽകുന്ന കോൺഗ്രസിൻ്റെ നേതൃത്വത്തിലുള്ള അംഗങ്ങളുടെ ബഹിഷ്കരണം മൂലം നടക്കാതെ വന്നത് UDF അംഗങ്ങൾ യോഗം ബഹിഷ്കരിച്ചതിന് പിന്നിൽ നിയമവിരുദ്ധമായ കാര്യങ്ങൾ സംരക്ഷിക്കാനാണെന്ന് LDF ആരോപിച്ചു. സീനാദേവി കുഞ്ഞമ്മ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ഇപ്പോൾ ചേരുന്നില്ല, വൈകുന്നേരം ഓൺലൈനായി ചേരാമെന്ന് പറഞ്ഞ് അത് മാറ്റിവെച്ച് രാത്രി 8 മണിക്ക് ശേഷം ഓൺലൈനായി ചേരുന്നു എന്നുള്ള അറിയിപ്പാണ് കൊടുക്കുന്നത്. ആയതിനാൽ പ്രസ്തുത യോഗത്തിൽ പങ്കെടുക്കാൻ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റിനോ സെക്രട്ടറിക്കോ ഉദ്യോഗസ്ഥർക്കോ ഒന്നും കഴിയുന്നതുമല്ല. അത് നിയമവിരുദ്ധം ആയതുകൊണ്ട് അവർ പങ്കെടുക്കുകയില്ല. ഈ വക കാര്യങ്ങൾ ജില്ലാ പഞ്ചായത്ത് യോഗത്തിൽ ചർച്ച ചെയ്യും. ആയതിനാൽ അവരെ സംരക്ഷിക്കുന്നതിന് വേണ്ടിയാണ് ജില്ലാ പഞ്ചായത്തിൻ്റെ വൈസ് പ്രസിഡന്റ് ഉൾപ്പെടെയുള്ള UDFിൻ്റെ മെമ്പർമാർ ഇന്നത്തെ യോഗത്തിൽ പങ്കെടുക്കാതെ യോഗം ബഹിഷ്കരിക്കുകയാണ് ഉണ്ടായത്. വ്യാഴാഴ്ച രാവിലെ 10 മണിക്ക് ചേരാൻ ഇരുന്ന യോഗമാണ് കോറം തികയാതെ മൂലം പിരിഞ്ഞത്. കൈരളി ന്യൂസ്, പത്തനംതിട്ട.